അങ്ങനെ സൺഡേ ആയിട്ട് ഒരു പരിപാടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താട്ടോ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് അമ്പലത്തിൽ പോവാം, വായന തുടങ്ങിയിട്ട് 2-3 ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞ്. അതിൽ ആദ്യം ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒഴിവ് പറഞ്ഞു കേട്ടോ. പിന്നെ ഏതായാലും ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസമല്ലേ മക്കളെയും കൊണ്ടൊക്കെ പോയി കുറച്ച് നേരം വായനയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരാ വിചാരിച്ച് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ തറവാടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ബസ്സിൽ പോവാം, വെറുതെ നടക്കണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചേച്ചിമാർ 2 പേരും കുട്ടികളും ഞാനും കൂടെ ബസ്സിൽ പോയിട്ടോ. നമ്മളവിടെ എത്തി. അപ്പോൾ 11:30 ബസ്സിനായിട്ട് നമ്മൾ പോയത്. അപ്പോൾ അമ്പാടി നന്നിട്ടൊക്കെ ഫോൺ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ചിരുന്നിട്ട് ക്യാമറ കണ്ടിട്ട് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം അമ്പലത്തിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ സപ്താഹ വായന തുടങ്ങിയിട്ട് ഇന്നേക്ക് 3-ാമത്തെ ദിവസമായിട്ട് നമുക്ക് 7 ദിവസത്തെ വായന കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസം നമുക്ക് നാട്ടിൽ ഭയങ്കര കലാപരിപാടികൾ. ഇത്തവണ ഞങ്ങളെ പ്രോഗ്രാമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ വായന കേട്ടിരുന്നപ്പോൾ കുട്ടികളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിരുന്നപ്പോൾ സാമ്പാറും അവിയലും പായസവും ഉപ്പേരിയും പപ്പടവും നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ വായന കേട്ടിരുന്നപ്പോൾ മക്കൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ. അപ്പോൾ അമ്പാടി പോരുന്ന സമയത്ത് തറവാട്ടിൽ ഇറങ്ങിയപ്പോൾ ഞാനും സച്ചു മാത്രം വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.